ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായ അനീമിയെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അനീമിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച എന്ന് നമ്മൾ ഒറ്റ പേരിൽ വിളിക്കുന്ന അസുഖമാണെന്ത്? അനീമിയ. അപ്പോൾ നമുക്ക് അനീമിയനെക്കുറിച്ച്, അനീമിയ എന്താണ്, ഏത് കണ്ടീഷനിലാണ് അനീമിയ എന്ന് നമ്മളൊരു ടേം കൊടുക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസ്, അത് ഏതൊക്കെ ടൈപ്പ് അനീമിയാസ് ഉണ്ട്, അതിൻ്റെ ലാബ് ഫൈൻഡിങ്സ് എങ്ങനെയായിരിക്കും, അതെന്തുകൊണ്ടാണ് വരണത്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ചെറിയ സെഷനിൽ പഠിക്കാം. അനീമിയ നമുക്ക് ഒരു സെൻറ്റൻസിൽ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ, അനീമിയ ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിക്രീസ് ഇൻ എറിത്രോസൈറ്റ്സ് ആൻഡ് ഹീമോഗ്ലോബിൻ റിസൾട്ടിങ് ഇൻ ഡിക്രീസ്ഡ് ഓക്സിജൻ ഡെലിവറി ടു ദ ടിഷ്യൂസ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ RBCസിൻ്റെ അളവ് കുറയുന്നത് മൂലം നമ്മുടെ ടിഷ്യൂസിലോട്ട് ഡെലിവറി ചെയ്യണ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരും. നമുക്കറിയാം, ടിഷ്യൂസിൽ ഓക്സിജൻ ഡെലിവറി ചെയ്യുന്ന ആരാ? ഓക്സിജൻ ക്യാരി ചെയ്യണ എപ്പോഴും RBCs ആണ്, ഹീമോഗ്ലോബിനാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറയുമ്പം ഒബ്വിയസ്ലി എന്തായിരിക്കും? ഓക്സിജൻ്റെ സപ്ലൈയും കുറഞ്ഞു വരും. ഇനി നമുക്ക് അനീമിയനെ മെയിനായിട്ടും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. മോർഫോളജിക്കലി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, എറ്റിയോളജിക്കലി, അതായത് അതിൻ്റെ ഒറിജിൻ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ, RBC ഇൻഡിസസ്, അതായത് MCV, MCH ആൻഡ് MCHC, ഈ മൂന്നിൻ്റെയും വാല്യൂസ് വെച്ചിട്ട് നമുക്ക് മോർഫോളജിക്കലി നമുക്ക് അനീമിയനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി അതിൻ്റെ എറ്റിയോളജിക്കൽ കോസ് വെച്ചിട്ട് എന്തുകൊണ്ടാണ് എന്ത് വരുന്നത് വെച്ചിട്ട്. ഇനി അനീമിയ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ ഒരു കട്ട് ഓഫ് വാല്യൂ ഉണ്ടായിരിക്കണം, അല്ലേ? അതിന് താഴെയായിരിക്കും നമ്മളെപ്പോഴും കുറവ് എന്ന് പറയുന്നത്. അപ്പം മെൻസിലാണെന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് <12 g/dl ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ <11 g/dl വരുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരു വ്യക്തി അനീമിക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൽ രണ്ട് തരത്തിലുള്ള അനീമിയ നമ്മളുണ്ട്. റിലേറ്റീവ് അല്ലെങ്കിൽ സ്യൂഡോ അനീമിയ, രണ്ടാമത്തത് അബ്സല്യൂട്ട് അനീമിയ. അപ്പോൾ അനീമിയനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റീവ് ഓർ സ്യൂഡോ അനീമിയ ആൻഡ് അബ്സല്യൂട്ട് അനീമിയ. ഇനി റിലേറ്റീവ് ആൻഡ് സ്യൂഡോ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലേറ്റീവ് ആൻഡ് സ്യൂഡോ അനീമിയ അതായത് ഈ കേസിൽ RBCസിൻ്റെ മാസ് എപ്പോഴും നോർമലായിരിക്കും, പക്ഷേ പ്ലാസ്മ വോളിയം ഇൻക്രീസ് ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അനീമിക് കണ്ടീഷൻ, അതൊരു ട്രാൻസിയൻ്റ് ഇൻ നേച്ചർ ആയിരിക്കും. അതായത് ഒരു കുറച്ച് പീരീഡ് ഓഫ് ടൈമിൽ നമുക്കൊരു അനീമിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ വരും. ആ ഒരു കണ്ടീഷൻ, അതായത് സ്യൂഡോ അനീമിയ മീൻസ് നമുക്കറിയാം, സ്യൂഡോ മീൻസ് ഫോൾസ്. അപ്പം RBCസിൻ്റെ മാസ് കുറയത്തുമില്ല, നോർമൽ തന്നെയായിരിക്കും, പക്ഷേ പ്ലാസ്മയുടെ ലെവൽ കൂടും. ഇനി ഇതിന് കോസസ് ആയിട്ട് ഫിസിയോളജിക്കൽ കോസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ കണ്ടീഷനിൽ എപ്പോഴും ബ്ലഡ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഡയലൂട്ട് ആയിരിക്കും. ഹീമോ ഡയലൂഷൻ വരുന്ന സമയത്ത് അവിടെ ഒബ്വിയസ്ലി പ്ലാസ്മയുടെ ലെവൽ കൂടും, RBC ബട്ട് നോർമലായിരിക്കും, പക്ഷെ അതൊരു അനീമിക് സ്റ്റേറ്റ് ആയിരിക്കും. ആ ഡെലിവറി കഴിയണതോടുകൂടി ആ ഒരു അനീമിയ, സ്യൂഡോ അനീമിയ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് മാറിക്കിട്ടും. നമുക്കറിയാം, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വുമൻസിൽ എപ്പോഴും ഒരു ജസ്റ്റേഷണൽ പീരീഡ് മന്ത്സ് കഴിയും തോറും അവരുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു വരും. ആ ഒരു കണ്ടീഷനാണ് എന്ത്? സ്യൂഡോ അനീമിയ എന്ന് പറയണത്. ഇനി അതിൽ റെട്ടിക്കുലോസൈറ്റ് കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും നോർമലായിരിക്കും. അവരുടെ ബ്ലഡ് പിക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമോസൈറ്റിക്, നോർമോക്രോമിക് അനീമിയ ആയിരിക്കും. ഇത്രയാണ് റിലേറ്റീവ് സ്യൂഡോ അനീമിയ എന്ന് പറയുന്നത്. ഇനി അബ്സല്യൂട്ട് അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ RBCസിൻ്റെ അബ്സല്യൂട്ട് മീൻസ് ഷുവർ ആയിട്ടുള്ള RBCസിൻ്റെ മാസ് എപ്പോഴും കുറവായിരിക്കും, പക്ഷേ പ്ലാസ്മയുടെ വോളിയം എപ്പോഴും നോർമലായിരിക്കും. ഈ ഒരു കണ്ടീഷനെയാണ് നമുക്ക് അനീമിയ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അതായത് ഒരു ട്രൂ ഡിക്രീസ് ഇൻ എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കണ്ടീഷൻ ഉണ്ടാവും അവിടെ. ഇനി ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള മെക്കാനിസംസ് വരുന്നുണ്ട്. അതായത് ഡിക്രീസ്ഡ് ഡെലിവറി ഓഫ് റെഡ് സെൽസ് ഇൻ ടു ദ സർക്കുലേഷനും ഇൻക്രീസ്ഡ് ലോസ് ഓഫ് റെഡ് സെൽസ് ഫ്രം ദ സർക്കുലേഷനും. അപ്പോൾ നമ്മൾ പഠിച്ചു, അബ്സല്യൂട്ട് അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ RBCസിൻ്റെ മാസ് കുറവായിരിക്കും, പക്ഷേ പ്ലാസ്മയുടെ ലെവൽ നോർമലായിരിക്കും. ഇതാണ് ഒരു ട്രൂ ഇൻഡിക്കേറ്റീവ് എന്ന് പറയുന്നത് ഒരു അനീമിക് കേസിൻ്റെ. ഇത് രണ്ട് മെക്കാനിസംസ് ഉണ്ട് ഇതിനകത്ത്. ഫസ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ഡെലിവറി ഓഫ് ദ റെഡ് സെൽസ് ടു ദ സർക്കുലേഷനും ഇൻക്രീസ്ഡ് ലോസ് ഓഫ് റെഡ് സെൽസ് ഫ്രം ദ സർക്കുലേഷനും. ഇനി നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഡിക്രീസ്ഡ് ഡെലിവറി ഓഫ് റെഡ് സെൽസ് ഇൻ ടു ദ സർക്കുലേഷൻ. അത് രണ്ട് കോസ് ഉണ്ട്.
ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് ഇമ്പയർഡ് ഓർ ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകാം. രണ്ടാമത്തത് ബോൺ മാരോസ് ഫെയിൽ ടു റെസ്പോണ്ട്, അതായത് റെട്ടിക്കുലോസൈറ്റോപീനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനും. ഇനി ഇൻക്രീസ്ഡ് ലോസ് ഓഫ് റെഡ് സെൽസ് ഫ്രം ദ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ഡിസ്ട്രക്ഷൻ, അതായത് RBCസിൻ്റെ ഹീമോലൈറ്റിക് അനീമിയ പോലത്തുള്ള കണ്ടീഷനിലോ ഇൻക്രീസ്ഡ് ലോസ് ഓഫ് റെഡ് സെൽസ് ഉണ്ടാകും. പിന്നെ അതിലെ രണ്ടാമത്തെ കേസ് വരുന്നത് ബോൺ മാരോ ക്യാൻ റെസ്പോണ്ട്, അതായത് റെട്ടിക്കുലോസൈറ്റോസിസ് ഉണ്ടാവും. ഫസ്റ്റ് കേസിൽ റെട്ടിക്കുലോസൈറ്റോപീനിയ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കേസിൽ എന്തായിരിക്കും? റെട്ടിക്കുലോസൈറ്റോസിസ് ആയിരിക്കും. ഇനി നമുക്കൊരു സെക്കൻഡ് ക്ലാസിഫിക്കേഷനായിട്ട് പഠിക്കാം അനീമിയയുടെ ഇമ്പയർഡ് ഓർ ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ അനീമിയാസ്. അതിൽ ഫസ്റ്റ് വരുന്നതാണെന്ത്? അയൺ ഡെഫിഷ്യൻസി അനീമിയ, അതായത് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന അനീമിയാണെന്ത്? അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ IDA എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് തന്നെ ഇങ്ങനെ നമുക്ക് പറയാം, മോസ്റ്റ് കോമൺ ഫോം ഓഫ് അനീമിയാണ്. ഇനി ഇതിൽ ആരിലൊക്കെയാണ് പ്രിവാലൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൻസ് ഉണ്ട്, ചിൽഡ്രൻസ് ഉണ്ട്, പ്രഗ്നൻസി ഉണ്ട്, അതുപോലെ തന്നെ എക്സസീവായിട്ട് മെൻസ്ട്രൽ ഫ്ലോ ഉള്ള പേഷ്യൻസിലാണെന്നുണ്ടെങ്കിൽ, അതുപോലെ എൽഡർലി വിത്ത് പുവർ ഡയറ്റ്സ്, മാലബ്സോർഷൻ സിൻഡ്രംസ് ഉള്ളവർ, ക്രോണിക് ബ്ലഡ് ലോസ്, അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലഡ് ലോസ് അല്ലെങ്കിൽ ഹുക്വം ഇൻഫെക്ഷൻ, ഈ കണ്ടീഷനിലൊക്കെ കാണുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അനീമിയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ലബോറട്ടറി ഫൈൻഡിങ്സ് വരുന്നത് ബ്ലഡ് പിക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയാണ്. ഇനി സിറം അയൺ, ഫെറിറ്റിൻ, ഹീമോഗ്ലോബിൻ, ഹെമറ്റോക്രിറ്റ്, RBC ഇൻഡിസസ് ആൻഡ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഇത്രയും ലോ ആയിരിക്കും. അതേസമയം RDW ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ TIBC എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. സ്മിയറിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 സെൽസ് കാണാൻ പറ്റും, ഒവാലോസൈറ്റ്സും പെൻസിൽ ഫോംസും. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫട്ടീഗ്, ക്ഷീണമുണ്ടാവും, ഡിസിനസ് ഉണ്ടാവും, സ്റ്റൊമറ്റൈറ്റിസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്ലോസൈറ്റിസ് അതായത് സോട്ടങ് ഉണ്ടാവും, ഒയിലോൺ നൈക്കിയ അതായത് സ്പൂണിങ് ഓഫ് ദ നെയിൽസ്. മറ്റേ കേസ് എന്ന് പറഞ്ഞാൽ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ACD എന്ന ഷോർട്ട് ഫോമിലാണിത് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ആൻ ഇൻഎബിലിറ്റി ടു യൂസ് അവൈലബിൾ അയൺ ഫോർ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ, അതായത് ഹീമോഗ്ലോബിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള അയണിനെ യൂസ് ചെയ്യുന്നതിലുള്ള കഴിവില്ലായ്മ, അതുകൊണ്ടുണ്ടാവുന്ന അനീമിയാണെന്ത്? അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള ഒരു ലിവർ ഹോർമോൺ ഉണ്ട്, അതിൻ്റെ പേരാണ് ഹെപ്പിസിഡിൻ എന്ന് പറയുന്നത്. ഈ ഹെപ്പിസിഡിൻ്റെ ലെവൽ നമ്മളെ ശരീരത്തിൽ കൂടണ സമയത്ത് ഈ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന അയണിനെ റിലീസ് ചെയ്യുന്നതിലുള്ള ഡിഫക്റ്റ് വരും. അത് നമുക്ക് ശരീരത്തിന് വേണ്ട അയണിനെ നമുക്ക് ശരീരത്തിന് റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇനി ഹെപ്പിസിഡിൻ എന്ന് പറയുന്ന ലിവർ ഹോർമോണിൻ്റെ റോൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ അയൺ റെഗുലേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണ ഹോർമോണാണ് ഹെപ്പിസിഡിൻ. അതായത് ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്റ്റൈനിൽ നിന്നുള്ള അയണിൻ്റെ അബ്സോർഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോണാണ് ഹെപ്പിസിഡിൻ. ഈ ഹെപ്പിസിഡിൻ്റെ അളവ് കൂടുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അയണിനെ റിലീസ് ചെയ്യുന്നതിലുള്ള കുറവ് വരും. ഈ കണ്ടീഷനെയാണ് എന്ത് പറയുന്നത്? അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. ലബോറട്ടറി ഫൈൻഡിങ്സിൽ പെരിഫറൽ സ്മിയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ ആയിട്ട് നമുക്ക് ബ്ലഡ് പിക്ചേഴ്സ് കാണാം. ഇനി ഇൻക്രീസ്ഡ് ESRൻ്റെ ലെവൽ കൂടുതലായിരിക്കും. ഫെറിറ്റിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ടു ഇൻക്രീസ്ഡ് ലെവലായിരിക്കും. അയൺ ആൻഡ് TIBC എപ്പോഴും നോർമലായിരിക്കും. ഒന്നും കൂടി പറയാം, പെരിഫറൽ സ്മിയർ നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ ആയിരിക്കും, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ ആയിരിക്കും. ESRൻ്റെ ലെവൽ കൂടും, ഫെറിറ്റിൻ്റെ ലെവൽ ഒന്നുകിൽ നോർമലായിരിക്കും അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ആവാനും ചാൻസ് ഉണ്ട്. പക്ഷേ അയൺ ആൻഡ് TIBC എപ്പോഴും കുറവായിരിക്കും. ഇനി ചിലപ്പോൾ നമുക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഓൾറെഡി ഉള്ള ഇൻഫെക്ഷൻസിനെ അസോസിയേറ്റ് ചെയ്തിട്ടും ഈ അനീമിയ നമുക്ക് വരാം. അത് ഏതൊക്കെയായിരിക്കും? ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലുള്ള, അതായത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസസ് SLE,
റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഹോട്ട്കിൻസ് ലിംഫോമ, ക്യാൻസർ എന്നിങ്ങനെയുള്ള നമുക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനെ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് എന്നുള്ള കണ്ടീഷൻ വരാം. ഇനി അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ഈസ് സെക്കൻഡ് ഒൺലി ടു അയൺ ഡെഫിഷ്യൻസി ആസ് എ കോമൺ കോസ് ഓഫ് അനീമിയ. അതായത് കോമൺ കോസ് ആയിട്ടുള്ള അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ സെക്കൻഡായിട്ട് വരുന്നതാണെന്ത് ഈ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്. ഇനി മൂന്നാമത്തെ അനീമിയാണ് ടൈപ്പ് ഓഫ് അനീമിയാണ് സിട്രോബ്ലാസ്റ്റിക് അനീമിയ. ഇറ്റ്സ് കോസ്ഡ് ബൈ ബ്ലോക്സ് ഇൻ ദ പ്രോട്ടോപോർഫൈറിൻ പാത്വേ റിസൾട്ടിംഗ് ഇൻ ഡിഫക്റ്റീവ് ഹീമോഗ്ലോബിൻ സിന്തസിസ് ആൻഡ് അയൺ ഓവർലോഡ്. അതായത് നമ്മുടെ ശരീരത്തിൽ അറിയാം നമുക്ക് ഹീമോഗ്ലോബിന് 2 പാർട്ടുണ്ട്, ഹീം പാർട്ടും ഉണ്ട് ഗ്ലോബിൻ പാർട്ടും ഉണ്ട്. ഇതിൽ ഈ മെയിൻ പാർട്ടായിട്ടുള്ള ഹീം പാർട്ടിനെ നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രോട്ടോപോർഫൈറിൻ പാത്വേ എന്ന് പറയുന്നത്. ഈ സിട്രോബ്ലാസ്റ്റിക് അനീമിയയുടെ കേസിൽ ഈ പ്രോട്ടോപോർഫൈറിൻ പാത്വേക്ക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അയണിൻ്റെ ഓവർലോഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഈ അയൺ അതായത് ഓവർലോഡായി എക്സസ് ആയിരിക്കുന്ന അയൺ വന്നിട്ട് ഇറ്റ്സ് അക്യുമുലേറ്റ് ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ റീജിയൺ ഓഫ് ദ ഇമ്മച്വർ എറിത്രോസൈറ്റ്സ് ഇൻ ദ ബോൺ മാരോ. അതായത് നമ്മുടെ ബോൺ മാരോയിലുള്ള ഇമ്മച്വർ ആയിട്ടുള്ള RBCസിലുള്ള മൈറ്റോകോൺഡ്രിയൽ റീജിയണിൽ വന്ന് ഈ എക്സസ് ആയിട്ടുള്ള അയൺ അക്യുമുലേറ്റ് ചെയ്യും. ആ അക്യുമുലേറ്റ് ചെയ്യുന്ന അയൺ ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റും എൻസർക്കിൾ ചെയ്യും. അതായത് ആ സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമായിട്ട് വന്നിട്ട് ഈ എക്സസ് ആയിട്ടുള്ള അയൺ ഒരു സർക്കിൾ രൂപാന്തരപ്പെടുത്തും. ഇങ്ങനെയുള്ള സെൽസിനെ പറയുന്ന പേരാണ് റിംഗ്ഡ് സിഡറോബ്ലാസ്റ്റ്. അപ്പോൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഡറോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടോപോർഫൈറിൻ പാത്വേക്ക് ബ്ലോക്സ് ഉണ്ടാവുന്ന സമയത്ത് അയണിൻ്റെ അക്യുമുലേഷൻ കൂടുതലാവും. ഇങ്ങനെ കൂടുതലായി അക്യുമുലേറ്റ് ചെയ്യുന്ന അയൺ വന്നിട്ട് ഇമ്മച്വർ RBCസിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഒരു റിംഗ് ആയിട്ട് ഫോം ചെയ്യും. ഈ സെല്ലിനെ പറയുന്ന പേരാണ് റിംഗ്ഡ് സിഡറോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള അയൺ അക്യുമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സർക്കുലേഷനിലുള്ള മെച്യൂർ എറിത്രോസൈറ്റ്സിൻ്റെ മൈറ്റോകോൺഡ്രിയൽ റീജിയണിലാണ് എന്നുണ്ടെങ്കിൽ അതിന് സിഡ്രോസൈറ്റ്സ് എന്ന് പറയും. അതായത് എക്സസ് അയൺ അക്യുമുലേറ്റ്സ് ഇൻ ദ മൈറ്റോകോൺഡ്രിയൽ റീജിയൺ ഓഫ് ദ മെച്യൂർ എറിത്രോസൈറ്റ്സ് ഇൻ സർക്കുലേഷൻ. ആ സെൽസിനെ പറയുന്ന പേരാണ് സിഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ആ സൈറ്റ്സ് അതായത് സെൽസിൻ്റെ ഉള്ളിലുള്ള ഇൻക്ലൂഷൻസിനെ പറയുന്ന പേര് സിഡ്രോയിറ്റിക് ഗ്രാനുൾസ് എന്ന് പറയും. നമ്മൾ റൈറ്റ് സ്റ്റെയിൻ അതായത് WRIGHT റൈറ്റ് സ്റ്റെയിൻ യൂസ് ചെയ്ത് സ്റ്റെയിൻ ചെയ്യുമ്പം ഈ ബോഡീസിനെ നമ്മൾ പാപ്പൻഹൈമർ ബോഡീസ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡാർക്ക് വയലറ്റ് കളറിലായിരിക്കും കാണുന്നത്. ചെറിയ ഇറഗുലർ ആയിട്ടുള്ള ഡാർക്ക് സ്റ്റെയിൻഡ് അയൺ ഗ്രാനുൾസ് ക്ലംഡ് ടുഗദർ കൂട്ടമായിട്ട് പെരിഫറി ഓഫ് ദ സെല്ലിൻ്റെ പെരിഫറിയിലായിട്ട് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഡാർക്ക് വയലറ്റ് ഗ്രാനുൾസ് ഉണ്ട്. അതിനെ നമ്മൾ പാപ്പൻഹൈമർ ബോഡീസ് എന്ന് പറയും. ഇത് കാണുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയാണ്. ഇനി ഈ സിഡ്രോസൈറ്റ്സിന് അതായത് ഈ സർക്കുലേഷനിലുള്ള ഈ സിഡ്രോസൈറ്റ്സിനെ നമുക്ക് ബെസ്റ്റായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെയിനാണ് പേൾസ് പ്രഷ്യൻ ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഇനി 2 തരത്തിലുള്ള സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഫസ്റ്റ് പ്രൈമറി നമുക്ക് പഠിക്കാം. പ്രൈമറിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആയിരിക്കും. അതിൻ്റെ കോസ് ഓഫ് ദ ബ്ലോക്ക് അൺനോൺ ആയിരിക്കും. അതായത് എന്തുകൊണ്ടാണ് ഈ ബ്ലോക്ക് വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി അതിൻ്റെ 2 പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 RBC പോപ്പുലേഷൻസ് ആർ സീൻ. അവരുടെ ബ്ലഡ് പിക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈമോർഫിക് ആയിരിക്കും. അതായത് 2 ടൈപ്പിലുള്ള RBC പോപ്പുലേഷൻസിനെ നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് വൺ ഓഫ് ദ മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോംസ്. അതായത് റിഫ്രാക്ടറി അനീമിയ വിത്ത് റിംഗ്ഡ് സിഡ്രോബ്ലാസ്റ്റ്. അതിനെയാണ് എന്ത് പറയുന്നത് RARS എന്ന് പറയുന്നത്. റിഫ്രാക്ടറി അനീമിയ വിത്ത് റിംഗ്ഡ് സിഡ്രോബ്ലാസ്റ്റ്. മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഫെയിലിയർ ഓഫ് ബോൺ മാരോ ടു പ്രൊഡ്യൂസ് ഹെൽത്തി ബ്ലഡ് സെൽസ് പ്രോപ്പർലി. അതായത് ബോൺ മാരോയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്ന കണ്ടീഷനെയാണ് പറയുന്നത് മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി റിഫ്രാക്ടറി അനീമിയ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ഇംപ്രൂവ് വിത്ത് യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ്. അതായത് സാധാരണ നമ്മളൊരു അനീമിക് കേസിൽ കൊടുക്കണ പോലത്തുള്ള സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള അയൺ, വൈറ്റമിൻ B12 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് ഒന്നും കൊടുത്താലും ഇംപ്രൂവ് ആവാത്ത അനീമിയാണെന്ന് പറയുന്നത് അതിനെയാണ് റിഫ്രാക്ടറി അനീമിയ എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ
റിവേഴ്സിബിൾ ആയിരിക്കും. അതിൻ്റെ കോസസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് ആൽക്കഹോൾ, ആൻറ്റി ട്യൂബർകുലോസിസ് ഡ്രഗ്സ്, ക്ലോറാംഫെനിക്കോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു സിഡ്രോബ്ലാസ്റ്റിക് അനീമിയയ്ക്ക് 2 ടൈപ്പ് ഓഫ് അനീമിയ ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഉണ്ട്. പ്രൈമറി ഇറിവേഴ്സിബിൾ ആയിരിക്കും, അതിൻ്റെ ബ്ലോക്കിൻ്റെ കോസ് എപ്പോഴും അൺനോൺ ആയിരിക്കും. രണ്ടാമത്തത് സെക്കൻഡറി ആയിരിക്കും, അത് റിവേഴ്സിബിൾ ആണ്, അതിൻ്റെ കോസ് എപ്പോഴും നോൺ ആയിരിക്കും. അതായത് ആൽക്കഹോൾ, ആൻറ്റി ട്യൂബർകുലോസിസ് ഡ്രഗ്സ്, ക്ലോറാംഫെനിക്കോൾ, ഇതൊക്കെ ആയിരിക്കും. ഇനി ഇതിൻ്റെ ലബോറട്ടറി ഫൈൻഡിങ്സ്, പെരിഫറൽ സ്മിയർ എന്ന് പറയുന്നത് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ ആയിരിക്കും ബ്ലഡ് പിക്ചർ വരുന്നത്. ഇനി കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൺ ഫെറിറ്റിൻ ലെവൽ കൂടുതലായിരിക്കും, TIBCയുടെ ലെവൽ എപ്പോഴും കുറവായിരിക്കും. ഇത്രയാണ് സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലെഡ് പോയ്സണിങ്. ഈ കേസിൽ മൾട്ടിപ്പിൾ ബ്ലോക്സ് ഇൻ ദ പ്രോട്ടോപോർഫൈറിൻ പാത്വേ അഫക്റ്റ് ഹീം സിന്തസിസ്. നമ്മുടെ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയയിൽ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടോപോർഫൈറിൻ പാത്വേക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്ലോക്സ് ഉണ്ടാകുന്നത് മൂലം നമുക്കുണ്ടാകുന്ന അനീമിയാണ് ലെഡ് പോയ്സണിങ് കൊണ്ടുള്ള അനീമിയ. മോസ്റ്റ്ലി ഇത് കാണുന്നത് ചിൽഡ്രൻസിലായിരിക്കും. അതായത് ലെഡ് ബേസ്ഡ് പെയിൻറ്റ്, അതായത് ടോയ്സിലൊക്കെ ഉള്ള ലെഡ് ബേസ്ഡ് ആയിട്ടുള്ള പെയിൻറ്റിന് എക്സ്പോഷർ ആവുന്ന കുഞ്ഞുങ്ങളിലാണ് കൂടുതലായിട്ടും ഈ ലെഡ് പോയ്സണിങ് കൊണ്ടുള്ള അനീമിയ ഉണ്ടാകുന്നത്. ക്ലിനിക്കൽ സിംറ്റംസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, മസിൽ വീക്ക്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരിൽ കാണപ്പെടുന്ന ടിപ്പിക്കലായിട്ടുള്ളൊരു സിംറ്റമാണ് പറയുന്നത് ബെർട്ടോണിയൻ ലൈൻ എന്ന് പറയുന്നത്. ബെർട്ടോണിയൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗമ്മിൽ ഒരു ബ്ലൂ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ്, അതായത് ലെഡ് സൾഫേറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവരുടെ ഗമ്മിൽ ഒരു ലെഡിൻ്റെ ലൈൻ ഉണ്ടാവും. ഈ ലൈനെയാണ് പറയുന്നത് ബെർട്ടോണിയൻ ലൈൻ. ഇനി ലബോറട്ടറി ഫൈൻഡിങ്സ് പഠിക്കാം. നോർമോസൈറ്റിക് നോർമോകോമിക് അനീമിയ ആയിരിക്കും ബ്ലഡ് പിക്ചർ. അതിൽ കാണുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സ് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ഉണ്ടാവും. ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBCസിൻ്റെ ഉള്ളിൽ സ്മോൾ ആയിട്ടുള്ള ബ്ലൂ ഡോട്ട്സ് ഉണ്ടാവും. ഇതിനെയാണ് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് കാണുന്ന ഒരു കേസ് ലെഡ് പോയ്സണിങ് കൊണ്ടുള്ള അനീമിയയുടെ ബ്ലഡ് പിക്ചറിലാണ്. ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബേസോഫിലിക് സ്റ്റിപ്ലിങ്ങിന് പറയാം. പോർഫൈറിയാസ്, അതായത് എ ഗ്രൂപ്പ് ഓഫ് ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ബ്ലോക്ക് ഇൻ ദ പ്രോട്ടോപോർഫൈറിൻ പാത്വേ ഓഫ് ഹീം സിന്തസിസ്. പ്രോട്ടോപോർഫൈറിൻ പാത്വേയുടെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു ഇൻഹെറിറ്റഡ് ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ പോർഫൈറിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അനീമിയയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.